മീരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല അച്ഛാ. വളരെ സന്തോഷിച്ച മീര ഇവിടുന്ന് പോയത്. വന്നു കയറിയത് മറ്റൊരാളായിട്ടാ. തമാശ കാണിക്കുകയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ച. പക്ഷെ മീര യഥാർത്ഥത്തിൽ വേറൊരു മീരയായി പെരുമാറുകയായിരുന്നു. എന്തോ ഒരു വലിയ സംഭവം ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. ആര് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല? ഗിരീഷേട്ടന്റെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടും വന്നു കയറിയത് ഇപ്പോഴാ. ഞാൻ അവളോടൊന്ന് ചോദിക്കാം. വേണ്ട, ഇപ്പൊ അവളോട് ആരും ഒന്നും ചോദിക്കണ്ട. ചിലപ്പോ മറ്റാരോടെങ്കിലും വഴക്കുണ്ടായി കാണും. അതിന്റെ ദേഷ്യം വീട്ടിലുള്ളവരോട് കാണിച്ചതാ. നാളെ രാവിലെ അതൊക്കെ മാറിക്കോളും. അമ്മ പറഞ്ഞത് ഞാനിന്ന് എന്തോ കാറിപ്പോയത് കണ്ടതിന്റെ ദേഷ്യമാണെന്നാ. ഏയ്, അതൊന്നുമല്ല. അതിനുശേഷം നമ്മളോട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലേ. ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോന്ന് ഊഹിച്ച് അതായിരിക്കും ഇതായിരിക്കും എന്ന് ഉറപ്പിക്കണ്ട. വരട്ടെ, നമ്മൾ ചോദിക്കാതെ തന്നെ മീര ഇങ്ങോട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾ ടെൻഷനാവണ്ട. എനിക്കാകെ പേടി തോന്നുന്നു. എന്തിനാ? ഒരു കാര്യമില്ല. നീ ഇങ്ങോട്ട് വന്നേ. വാ. മോളെ, അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. സവോള ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളാം. 100 രൂപയ്ക്ക് 3 കിലോ കിട്ടും. ഇപ്പൊ അച്ഛൻ ശരിക്കും ഒരു ഗൃഹനാഥനായി. ഒരു ജോലി കിട്ടിയപ്പോ മാധവന് വന്ന മാറ്റങ്ങളും കൊള്ളാം. മതിയടി കളിയാക്കിയത്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ മോൾ ഇവിടെ വന്ന് വാങ്ങിച്ചാ മതി. പറ്റില്ല, എഴുതിക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി അച്ഛാ. എന്നാ പിന്നെ വേഗം വെക്കോ. 6:30 മുൻപ് ജോലിക്ക് കയറിയില്ലെങ്കിലേ പ്രഭാവതി മാഡം പിരിച്ചുവിടും. ആ, അത് നേരാ. ഇപ്പൊ ആണെങ്കിൽ മീരമ്മയുടെ സ്വഭാവവും മാറി. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. എന്നാ അച്ഛൻ പോയിട്ട് വരാം. ശരി.